ചിട്ടയൊന്ന് പിടിച്ചേ. ഓ, ഇത് വളരെ മനോഹരമായിരിക്കുന്നു. ഇനി ഏത് നിറം കൊടുക്കും നമ്മൾ ഈ കിളിക്കൂടിന്? വെള്ള കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ കിളികൾക്ക് രാത്രിയിലും കാണാൻ പറ്റും. അതെ, നീ പറഞ്ഞത് ശരിയാണല്ലോ. എന്നാ വാ, നമുക്ക് തുടങ്ങാം. തത്തയും കുരുവിയും മൈനയും ഒക്കെ നമ്മുടെ ഈ കൂട്ടിൽ വരുമായിരിക്കും. വാവ്, അത് കൊള്ളാം ജിം. കിളികളെ എനിക്ക് എന്തിഷ്ടമാണെന്നോ. നമ്മുടെ ഈ കൂട്ടിൽ കിളികൾ വന്നിരിക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും അല്ലേ ജിം? ഞാൻ ചിന്തിക്കുകയായിരുന്നു നമ്മുടെ ഈ ലോകത്ത് കിളികളും മൃഗങ്ങളും ഒന്നുമില്ലാത്ത ഒരവസ്ഥയെപ്പറ്റി. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ ഒരു രസവും ഉണ്ടാവില്ല. ഹേ ജിം, മൃഗങ്ങളെയും പക്ഷികളെയും സംരക്ഷിക്കുന്ന പുണ്യാളനെ പറ്റി നീ കേട്ടിട്ടുണ്ടോ? മൃഗങ്ങളെയും പക്ഷികളെയും സംരക്ഷിക്കാനുള്ള പുണ്യാളനോ? അതാരാ ജോവാൻ? അതാണ് അസീസിയിലെ സെന്റ് ഫ്രാൻസിസ്. അദ്ദേഹത്തെയാണ് പക്ഷികളുടെയും മൃഗങ്ങളുടെയും സംരക്ഷകനായി അറിയപ്പെടുന്നത്. ജോവാൻ, എനിക്കൊരു ഉപായം തോന്നുന്നു. നമുക്ക് അങ്കിൾ ഫ്രാൻസിസിനോട് ചോദിക്കാം, സെയിന്റ് ഫ്രാൻസിസിന്റെ കഥ ഇന്ന് പറഞ്ഞു തരാമോ എന്ന്. അത് നല്ലൊരു ആശയമായിരിക്കുന്നു. ഗുഡ് മോർണിംഗ് അങ്കിൾ ഫ്രാൻസിസ്. ഗുഡ് മോർണിംഗ് കുട്ടികളെ. രാവിലെ എന്തെടുക്കുകയായിരുന്നു? അങ്കിൾ, ഞങ്ങൾ കിളിക്കൂട് നിർമ്മിക്കുകയായിരുന്നു. ഞങ്ങൾ തോട്ടത്തിൽ മരം നടുകയും ചെയ്തു. നല്ല കുട്ടികൾ, നിങ്ങൾ വളരെ നല്ല കാര്യമാണ് ചെയ്തത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പക്ഷികളുടെയും മൃഗങ്ങളുടെയും സംരക്ഷകനായ ഒരു വിശുദ്ധനെ കുറിച്ച്? ഹഹ, എന്തൊരു യാദൃശ്ചികത്വം. ഇപ്പോൾ ജോൺ അതിനെപ്പറ്റി പറഞ്ഞതേയുള്ളൂ. ഫ്രാൻസിസ് അസീസി അല്ലേ ആ വിശുദ്ധൻ? ജോൺ, നിനക്കത് അറിയാമായിരുന്നോ? അതെ അങ്കിൾ ഫ്രാൻസിസ്, ഞങ്ങൾ കിളിക്കൂട് ഉണ്ടാക്കുന്ന സമയത്ത് സംസാരിക്കുകയായിരുന്നു വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച്. നല്ല കാര്യമാണ് ജോവാൻ. എങ്കിൽ ഞാൻ വിശുദ്ധ ഫ്രാൻസിസിന്റെ കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലി എന്ന രാജ്യത്ത് അസീസി എന്ന ഗ്രാമത്തിൽ ഫ്രാൻസിസ് ബെർണാഡോ എന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും നാട്ടുകാർക്കും എല്ലാം പ്രിയങ്കരനായ ഒരുവനായിരുന്നു ഫ്രാൻസിസ്. അസീസിയിലെ ധനികനായ ഒരു വ്യക്തിയായിരുന്നു ഫ്രാൻസിസിന്റെ പിതാവ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസിന് ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. എപ്പോഴും മകന് വീരസാഹസിക കഥ പറഞ്ഞു കൊടുക്കുന്നതിൽ അദ്ദേഹം വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നും ഈ വീരസാഹസിക കഥ കേൾക്കുന്ന ഈ കുട്ടിക്ക് ഒരു വീരയോദ്ധാവാകണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ഫ്രാൻസിസ് വളർന്നു. അസീസിയിലെ ധനികരുടെ മക്കളായിരുന്നു അവന്റെ കൂട്ടുകാർ. അവന്റെ കഴിവുകളും പ്രവൃത്തികളും കണ്ട് എല്ലാവരും അവനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അതുമാത്രമല്ല, കൂട്ടുകാരുമൊത്ത് പണം ചെലവഴിക്കുന്നതിൽ അവന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഇന്ന് നല്ല രസമായിരുന്നു അല്ലേ കൂട്ടുകാരെ? ശരിയേ കൂട്ടുകാരാ. എന്നാൽ പിന്നെ ഇനി നാളെ കാണാം. എല്ലാവർക്കും സുഖനിദ്ര. ഓ, വളരെ വൈകി. അമ്മ ഇപ്പോൾ കാത്തിരിക്കുകയായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലെത്തണം. ഓ, മോനെ, ഒന്ന് നിൽക്കണേ. ആരാണത്? എൻ്റെ മോനെ, എനിക്ക് എന്തെങ്കിലും തരുമോ? ഞാൻ ഇന്ന് നേരം വെളുത്തൊന്നും കഴിച്ചിട്ടില്ല. എന്തെങ്കിലും വാങ്ങാൻ. എന്ത്? ഞാൻ ആരാണെന്നറിയാമോ? ഈ നാട്ടിലെ ഏറ്റവും ധനികനായ ആളുടെ പുത്രനാണ് ഞാൻ. ഇങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് ഇത്ര ധൈര്യമോ? അയ്യോ, ക്ഷമിക്കണം, എനിക്കറിയില്ലായിരുന്നു മോൻ ആരാണെന്നുള്ള കാര്യം. എൻ്റെ വിശപ്പ് കൊണ്ട് ചോദിച്ചതാ. ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. മന്ദബുദ്ധിയായ കിഴവൻ. കഷ്ടം. വേണ്ടായിരുന്നു, അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഏയ്, നിൽക്കൂ, അവിടെ നിൽക്കൂ. എന്തു പറ്റി മോനെ? അങ്ങനെയൊക്കെ പറഞ്ഞതിൽ ക്ഷമിക്കണം. ഞാൻ നിങ്ങളോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അതൊന്നും സാരമില്ല മോനെ, ഞാൻ എപ്പോഴും ഇത് കേൾക്കാറുള്ളതല്ലേ. ഇതാ, ഇത് വെച്ചോളൂ. ഇന്ന് രാത്രി നിങ്ങൾ ഒന്നും കഴിക്കാതെ പട്ടിണി കിടക്കേണ്ട. വളരെ നന്ദിയുണ്ട് കേട്ടോ. ഓൻ വളരെ ദയുള്ളവനാ. നിങ്ങൾ ഇപ്പോൾ പോയി എന്തെങ്കിലും വാങ്ങി ഭക്ഷിച്ചോളൂ. ഞാൻ പോയിക്കോളട്ടെ. ഫ്രാൻസിസ് എത്ര ദൂർത്തടിക്കുന്നവനാണെങ്കിലും എല്ലാവർക്കും അറിയാമായിരുന്നു അവൻ ഒരു ദയാലുവും നിഷ്കളങ്കനുമാണെന്ന്. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അവിടെ വീണ്ടും യുദ്ധം ആരംഭിച്ചു. ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഫ്രാൻസിസിനും ഒരവസരം ലഭിച്ചു.
വേണ്ട മോനെ, നിനക്കറിയില്ലേ ഞങ്ങൾ നിന്നെ എത്ര സ്നേഹിക്കുന്നെന്ന്. മോനെ, നീ ഒരു യോദ്ധാവാകാനൊന്നും പോകണ്ട. അപ്പ ഒരു നല്ല യോദ്ധാവാകണമെന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. പക്ഷേ നിന്നെ വലിയൊരു വ്യാപാരി ആക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ സമ്പാദിച്ചത് മുഴുവൻ നിനക്ക് വേണ്ടിയല്ലേ? അതെല്ലാം എനിക്കറിയാം. പക്ഷേ എനിക്ക് പോയേ പറ്റൂ. എനിക്കൊരു സൈനികനാവണം. ശരി, നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ഞങ്ങൾ തടസ്സം നിൽക്കുന്നില്ല. നന്ദിയുണ്ടപ്പ, വളരെ നന്ദി. പെട്ടെന്ന് തന്നെ തിരികെ എത്തണം കേട്ടോ. അങ്ങനെ 19-ാം വയസ്സിൽ ഫ്രാൻസിസ് സൈന്യത്തിൽ ചേരുകയും പെറുഗിയയ്ക്കെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്തു. കുറേ ദിവസം യുദ്ധം നീണ്ടുനിന്നു. ഫ്രാൻസിസ് ധീരനായി യുദ്ധം ചെയ്തു. പക്ഷേ ഫ്രാൻസിസിന്റെ സൈന്യം പരാജയത്തിന്റെ വക്കിലെത്തി. ഒടുവിൽ ഫ്രാൻസിസും ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടു. എന്റെ ദൈവമേ, കൂട്ടത്തിലുള്ള എല്ലാവരും മരിച്ചല്ലോ. ഇപ്പോൾ ഞാനിനി എന്ത് ചെയ്യും? അവനെ കൊല്ലൂ. ഇവനിവിടെ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. ഇവനെ ഇപ്പോൾ തന്നെ നമുക്ക് കൊല്ലാം. വേണ്ട, ഇപ്പോൾ ഇവനെ കൊല്ലണ്ട. നമുക്കിവനെ തുറുങ്കിലടയ്ക്കാം. എന്നിട്ട് ഇവനെ മോചിതനാക്കണമെങ്കിൽ പണം ആവശ്യപ്പെടാം. അതൊരു നല്ല ഉപായമാണ്. ഇവനൊരു ധനികനായതുകൊണ്ട് ഇവന്റെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള പണം സമ്പാദിക്കാം. അങ്ങനെ ഫ്രാൻസിസിനെ ജയിലിലടച്ചു. പെറുഗിയൻ സൈന്യം അവർക്ക് ആവശ്യമായ പണം ലഭിക്കുമെന്ന് കരുതിയാണ് ഇത് ചെയ്തത്. ഫ്രാൻസിസിന്റെ പിതാവ് പെറുഗിയൻ സൈന്യത്തിന് പണം കൊടുക്കും വരെ അവന് കാത്തിരിക്കേണ്ടി വന്നു. ഏകദേശം 1 വർഷത്തോളം എടുത്തു കൊടുക്കൽ വാങ്ങലെല്ലാം അവസാനിപ്പിക്കുവാൻ. അത്രയും നാൾ പുറം ലോകം കാണാനാവാതെ ഫ്രാൻസിസിന് അവിടെ തന്നെ കഴിയേണ്ടി വന്നു. ആ സമയത്താണ് അദ്ദേഹത്തിന് പനിയും ശാരീരിക അസ്വസ്ഥതയും ഉണ്ടാവുന്നത്. അപ്പോൾ മുതൽ അദ്ദേഹം ദൈവത്തിന്റെ സാമീപ്യം അറിഞ്ഞു തുടങ്ങി. ഓ ദൈവമേ, സത്യമായിരുന്നോ അതോ സ്വപ്നമായിരുന്നോ? ഫ്രാൻസിസിന്റെ ആ സ്വപ്നം അദ്ദേഹത്തെ പുതിയൊരു മനുഷ്യനാക്കി. ഫ്രാൻസിസ് വീട്ടിൽ തിരിച്ചെത്തി. പക്ഷേ അദ്ദേഹത്തിന്റെ ദൃഷ്ടി ദൈവത്തിലായിരുന്നു. അദ്ദേഹം സാധാരണമായി വസ്ത്രം ധരിച്ചു. സുഹൃത്തുക്കളോടൊപ്പമുള്ള ആർഭാടങ്ങൾ ഉപേക്ഷിച്ചു. ഒരു സൈനികനാകണം എന്ന ആഗ്രഹത്തോടൊപ്പം ദുർബലരും ദരിദ്രരും രോഗികളുമായ മനുഷ്യരെ സേവിക്കണമെന്ന ആഗ്രഹം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉടലെടുത്തു. നമസ്കാരം സഹോദര, താങ്കൾക്ക് സുഖം തന്നെയാണോ? നിങ്ങൾ ഫ്രാൻസിസ് അല്ലേ? പ്രശസ്തനായ പട്ടുവ്യാപാരി പീട്രോയുടെ മകൻ? അതെ, ഞാൻ തന്നെയാണ്. ഞാൻ ഒരു ധനിക കുടുംബത്തിലാണ് ജനിച്ചത്. എന്നാൽ ഞാനിപ്പോൾ നിങ്ങളിൽ ദൈവത്തെ കാണുന്നു. ഓ, വളരെ അതിശയകരമായിരിക്കുന്നു. ദൈവത്തിന്റെ വഴികൾ എപ്പോഴും വിചിത്രമാണ്. എങ്കിൽ ശരി, നിങ്ങളുടെ കോളനിയിൽ താമസിക്കുന്ന മറ്റുള്ളവരെയും എനിക്ക് കാണണം. നിങ്ങൾക്കൊരു സഹായിയായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അദ്ദേഹം എത്തിയിടത്തെല്ലാം പരസ്പര സ്നേഹത്തെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചു. ഫ്രാൻസിസ് കൂടുതൽ സമയവും പള്ളിയുടെ അടുത്തുള്ള മലമുകളിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഒരു ദിവസം വീണ്ടും അദ്ദേഹത്തിന് ദൈവത്തിന്റെ ദർശനമുണ്ടായി. ദൈവമേ, എങ്കിലത് അങ്ങയുടെ തീരുമാനം. ദൈവത്തിന്റെ വാക്കിനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഫ്രാൻസിസ് വിചാരിച്ചു അവന്റെ ദൗത്യമെന്ന് പറയുന്നത് പള്ളിയെ ഒന്ന് പുതുക്കുക എന്നതാണ്. അതിനുവേണ്ടി അവൻ അവന്റെ വസ്ത്രവും അവന്റെ അച്ഛന്റെ കുതിരയും വിറ്റു ആ പണം കൊണ്ട് പള്ളി പുതുക്കി പണിയാമെന്ന് വിചാരിച്ചു. അതവന്റെ പിതാവിനെ ദേഷ്യപ്പെടുത്തി. അതിനാൽ അവനെ പിതാവ് ബിഷപ്പിന്റെ അടുക്കൽ എത്തിച്ചു. ബഹുമാനപ്പെട്ട പിതാവേ, എന്റെ മകനിപ്പോൾ ബുദ്ധിഭ്രമമുണ്ടെന്ന് തോന്നുന്നു. ഓ, എന്തു സംഭവിച്ചു ഇതുപോലെ ചിന്തിക്കാൻ? അവൻ എനിക്കുണ്ടായിരുന്ന എല്ലാ പട്ടുവസ്ത്രങ്ങളും അതുമാത്രമല്ല കുതിരകളെയും പള്ളി ആവശ്യത്തിനായി വിറ്റുകളഞ്ഞു. ഈ ആരോപണം ശരിയാണോ ഫ്രാൻസിസ്? എന്റെ പിതാവേ, പള്ളിയുടെ പുനർനിർമ്മാണം എന്ന ദൗത്യത്തിനായാണ് ദൈവം എന്നെ നിയോഗിച്ചത്. പക്ഷെ മകനെ, അത് ചെയ്യേണ്ടത് ഞങ്ങളല്ലേ? അതിനുവേണ്ടി നീ എന്തിനാണ് അച്ഛന്റെ പണമെടുത്തത്?
പിതാവെ, അങ്ങ് ശ്രദ്ധിക്കണം. എന്നാൽ ആരാണ് എൻ്റെ അച്ഛന് സമ്പത്ത് നൽകിയത്? ദൈവമാണിതെല്ലാം നൽകിയത്. ആ ദൈവത്തിന്റെ ആവശ്യത്തിനായാണ് ഞാൻ പണമെടുത്തത്. നോക്കൂ, ഇവന് ബുദ്ധിഭ്രമം ഉണ്ടായ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. മകനെ, നീ പറഞ്ഞത് ശരിയായിരിക്കാം. പക്ഷെ നിന്റെ അച്ഛൻ്റെ പണം നീ തിരികെ നൽകണം. അത് അനുവാദമില്ലാതെയാണ് നീ എടുത്തത്. ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം പിതാവേ. ഞാൻ പണം തിരികെ നൽകാം. അപ്പന്റെ പണം കൊണ്ട് വാങ്ങിയ എല്ലാ വസ്ത്രങ്ങളും ഞാൻ തിരികെ നൽകിക്കൊള്ളാം. ഇനിയൊന്നും എനിക്ക് ആവശ്യമില്ല. എല്ലാം അപ്പൻ തന്നെ എടുത്തോട്ടെ. ഹായ് ഫ്രാൻസിസ്, നീ എന്ത് ചെയ്യുവാൻ പോകുക? അപ്പന്റെ എല്ലാ വസ്തുവകകളും ഞാൻ തിരികെ നൽകുകയാണ്. ഇന്നു മുതൽ അങ്ങയുടെ യാതൊരു സ്വത്തുക്കൾക്കും ഞാൻ അവകാശിയല്ല. ഇത് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. താങ്കൾ അധികകാലം എൻ്റെ അപ്പനായിരിക്കുകയില്ല. സ്വർഗത്തെ സൃഷ്ടിച്ചയാളാണ് എൻ്റെ അപ്പനെന്ന് അങ്ങ് അറിയുക. ബിഷപ്പ് അവന് ഒരു അയഞ്ഞ കുപ്പായം നൽകി. അത് ധരിച്ച് ദൈവത്തെ സേവിക്കുന്നതിന് അനുമതി നൽകി. ഫ്രാൻസിസ് അവന്റെ ജീവിതം ദാരിദ്ര്യത്തിൽ കഴിച്ചുകൂട്ടി. അവൻ യേശുദേവനെക്കുറിച്ചുള്ള ധർമ്മോപദേശങ്ങൾ ജനങ്ങൾക്ക് നൽകി. അതിൽ പ്രചോദനകരമായ ആളുകൾ അവനോടൊപ്പം ചേർന്നു. 1209 അവന് 11 അനുയായികൾ ഉണ്ടായിരുന്നു. അവൻ ഒരൊറ്റ നടപടിയേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് യേശുദേവന്റെ ഉപദേശങ്ങൾ പാലിക്കുകയും മാതൃകാപരമായ ജീവിതം നയിക്കുകയും ചെയ്യുക എന്നത്. ആ വർഷം ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ 11 അംഗങ്ങൾ പോപ്പിനെ കണ്ടു. ഓർഡർ ഓഫ് ലെസർ ബ്രദേഴ്സിന്റെ അംഗീകാരം ലഭിക്കാൻ വേണ്ടിയായിരുന്നു അത്. ഈ സന്ദർശനത്തിനെ പിന്നീട് അറിയപ്പെടുന്നത് ദ ഫ്രാൻസിസ്കൻ ഓർഡർ എന്നാണ്. പിതാവേ, ഫ്രാൻസിസും അനുയായികളും അങ്ങേ കാണാൻ എത്തിയിട്ടുണ്ട്. കർദിനാൾ, ആരായി ഈ ഫ്രാൻസിസ്? പഴയ തുണികൾ ധരിച്ച് ക്രിസ്തുവചനം പ്രചരിപ്പിക്കുന്ന ഒരു പുതിയ വിഭാഗം ആളുകളാണോ? അതെ പിതാവേ, ഒരു പുതിയ സമൂഹമാണവർ. അങ്ങേ കാണാൻ ഞാൻ അവരെ വിളിക്കട്ടെ? ശരി, വരാൻ പറയൂ. എന്റെ പിതാവേ, ഞാൻ ഫ്രാൻസിസ്. ഇവരെല്ലാവരും ഓർഡർ ഓഫ് ലെസർ ബ്രദേഴ്സിലെ അംഗങ്ങളാണ്. നിങ്ങൾക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? പിതാവേ, ഈ വിധിയുണ്ടാകാൻ ഞങ്ങൾക്ക് അങ്ങയുടെ അനുവാദം വേണം. മറ്റുള്ളവർ പറയുന്നത് പോലെ പള്ളിക്കെതിരായി ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇല്ല, ഞാൻ നിങ്ങൾക്കൊരിക്കലും അനുമതി നൽകില്ല. നിങ്ങൾക്ക് പോകാം. ഫ്രാൻസിസും അനുയായികളും റോമിലെ പ്രധാന പള്ളിയെ അനുകൂലിക്കുന്നതായി അന്നു രാത്രി പോപ്പ് ഒരു സ്വപ്നത്തിൽ കാണുകയുണ്ടായി. ഇത് പോപ്പിനെ വിശ്വസിപ്പിച്ചു. അദ്ദേഹം ഫ്രാൻസിസ്കൻ ഓർഡറിന് അനുമതി നൽകി. ജനങ്ങൾ ആദ്യം ഫ്രാൻസിസിനെ കണ്ട് ചിരിച്ചു. പിന്നീട് ഫ്രാൻസിസിനോടൊപ്പം ചേർന്നു. ഫ്രാൻസിസിന്റെ സമ്പന്നരായ കൂട്ടുകാർ ഈ വിധിയെ അനുകൂലിച്ചു. അവർ പിന്നീട് ലളിതമായ ജീവിതം നയിച്ചു. ക്ലാര എന്നു പേരുള്ള മനോഹരിയും സമ്പന്നയുമായ ഒരു പെൺകുട്ടി ഫ്രാൻസിസിനോടൊപ്പം ചേർന്നു. അർപ്പണബോധമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. അവൾ അവളുടെ മുടി മുറിക്കുകയും അവളുടെ സൗന്ദര്യത്തെ ത്യജിച്ച് സാധാരണ ജീവിതം നയിക്കുകയും ചെയ്തു. ഫ്രാൻസിസിന്റെ സഹായത്തോടെ ഒരു പുതിയ സമിതിയുണ്ടായി, ദ ഓർഡർ ഓഫ് ദി പുവർ ലേഡീസ്. അതിനെ പിന്നീട് അറിയപ്പെടുന്നത് ദ ഓർഡർ ഓഫ് സെയിന്റ് ക്ലാരെ എന്നാണ്. ഫ്രാൻസിസ് ഹോളി ലാൻഡ് സന്ദർശിച്ചു. യേശുദേവന്റെ ജനനവും ജീവിതവും മരണവും നടന്ന സ്ഥലമെല്ലാം കണ്ടു. അങ്കിൾ ഫ്രാൻസിസ്, ക്രിസ്മസ് പുൽക്കൂട് നിർമ്മാണം തുടങ്ങുന്നത് സെന്റ് ഫ്രാൻസിസ് ആണെന്നത് ശരിയാണോ അങ്കിൾ? അതെ ജോവാൻ. അദ്ദേഹം ഈശോയുടെ ജന്മസ്ഥലം സന്ദർശിച്ചതിന് ശേഷം 1223 ആ ജന്മസ്ഥലം വീണ്ടും മൃഗങ്ങളുമൊത്ത് പുനർനിർമ്മിച്ചു. നിനക്കറിയാമോ ജോവാൻ, ഈ ആചാരമാണ് കാലങ്ങൾ കഴിഞ്ഞിട്ടും തുടർന്നു വരുന്നത്. എന്നാൽ അങ്കിൾ, എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല, എന്തുകൊണ്ടാണ് വിശുദ്ധനെ പ്രകൃതിയുടെയും മൃഗങ്ങളുടെയും രക്ഷാധികാരി എന്ന് വിളിക്കുന്നത്? തീർച്ചയായും ജിം, ആ കഥയിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. വിശുദ്ധ ഫ്രാൻസിസിന് പ്രകൃതിയും മൃഗങ്ങളുമായി ഒരു പ്രത്യേക ബന്ധമുണ്ട്. അദ്ദേഹം ദൈവത്തിന്റെ സൃഷ്ടിയെ പ്രശംസിക്കുമായിരുന്നു. അദ്ദേഹം പക്ഷികളെ സഹോദരീ പക്ഷികൾ, സൂര്യനെ സഹോദര സൂര്യൻ എന്നൊക്കെ വിളിക്കുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഗ്രാമപ്രദേശത്തു കൂടി നടക്കുകയായിരുന്നു. സഹോദരന്മാരെ,
ഒരു നിമിഷത്തേക്ക് ഒന്ന് നിൽക്കൂ. ഞാൻ ദൈവവചനം ഈ സഹോദരി പക്ഷികളോടൊന്ന് പറയട്ടെ. പക്ഷികളോടോ? പക്ഷേ ഫ്രാൻസിസ് സഹോദര, നിങ്ങൾ പറയുന്നത് പക്ഷികൾ എങ്ങനെ മനസ്സിലാക്കും? നിങ്ങൾ കാണുകയും വിശ്വസിക്കുകയും ചെയ്യുവിൻ. ദൈവം നിങ്ങളെ നോക്കിക്കൊള്ളും സഹോദര. നിങ്ങൾ വിതയ്ക്കുകയോ കൊയ്യുകയോ വേണ്ട. അതിലേക്ക് ആ കരുണയായ നോട്ടം മാത്രം മതി നിങ്ങൾ സുരക്ഷിതരാകുവാൻ. പെട്ടെന്ന് ഫ്രാൻസിസ് പ്രസംഗിക്കാൻ തുടങ്ങി. പക്ഷികൾ അവന് ചുറ്റും ഒന്നിച്ചു കൂടി. കുറച്ച് പക്ഷികൾ അദ്ദേഹത്തിന്റെ തോളിൽ വന്നിരുന്നു. ആ രംഗം കണ്ട് അനുയായികൾ ആശ്ചര്യപ്പെട്ടുപോയി. അങ്ങോട്ട് നോക്കൂ, പക്ഷികൾ പോലും അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നു. ഫ്രാൻസിസ് പ്രസംഗിക്കുമ്പോൾ പക്ഷികൾ മാത്രമല്ല അദ്ദേഹത്തെ ശ്രദ്ധിച്ചിരുന്നത്. അദ്ദേഹം ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ മൃഗങ്ങൾ വരെ അദ്ദേഹത്തിന്റെ വചനം ശ്രവിക്കുവാൻ വരുമായിരുന്നു. ഒരു ദിവസം ഫ്രാൻസിസ് വനത്തിലൂടെ നടക്കുന്ന സമയത്ത് കെണിയിലകപ്പെട്ട ഒരു മുയലിനെ അദ്ദേഹം കണ്ടു. കെണിയിൽ നിന്ന് മുയലിനെ രക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു, സുഹൃത്തെ, നീ ഇപ്പോൾ സുരക്ഷിതനാണ്. ശ്രദ്ധിക്കൂ, ഭാവിയിൽ നീ കൂടുതൽ ശ്രദ്ധയുള്ളവനായിരിക്കണം. ഇനി പോകൂ നിന്റെ കുടുംബത്തിന്റെയും കൂട്ടുകാരുടെയും അടുത്തേക്ക്. പക്ഷേ മുയൽ അവിടെ നിന്നും പോയില്ല. പകരം ഫ്രാൻസിസിനെ പിന്തുടരുകയായിരുന്നു. നീ എന്തിനാണ് എന്റെ പുറകെ വരുന്നത്? ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് പോകുവാൻ. പോകൂ, നിന്റെ കുടുംബത്തിന്റെ അടുത്തേക്ക് പോകൂ. പൊയ്ക്കൊള്ളൂ. ഫ്രാൻസിസ് അനുയായിയോട് പറഞ്ഞു ഈ മുയലിനെ എടുത്ത് കാടിനുള്ളിലേക്ക് കൊണ്ടുവയ്ക്കുവാൻ. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഫ്രാൻസിസിന്റെ അടുത്ത് സാധാരണമായി സംഭവിക്കുന്നതാണ്. ദൈവത്തെക്കുറിച്ച് പറയുവാനുള്ള ഒരു അവസരമായി ഫ്രാൻസിസ് ഇതിനെ കാണുകയും ചെയ്തു. ഒരു മീൻ പിടിക്കപ്പെട്ടതായി ഫ്രാൻസിസ് കണ്ടു. അദ്ദേഹം ആ മീനിനെ മോചിപ്പിച്ചു. എന്നിട്ട് താക്കീതും കൊടുത്തു, ഇനിയും പിടിക്കപ്പെടരുതെന്ന്. പല സന്ദർഭങ്ങളിലും മീനുകൾ ഫ്രാൻസിസ് പ്രസംഗിക്കുന്നത് കേട്ടുനിന്നിട്ടുണ്ട്. അദ്ദേഹം പ്രസംഗം നിർത്തുന്ന സമയം മാത്രമേ അവർ അവിടെ നിന്നും പോകാറുണ്ടായിരുന്നുള്ളൂ. ഫ്രാൻസിസിന്റെ പ്രസംഗം മൃഗങ്ങൾ കേട്ടുനിന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ ഫ്രാൻസിസിന്റെ പ്രശസ്തമായ ഒരു കഥയാണ് സിറ്റി ഗുബിയോയിൽ വെച്ച് ഒരു ചെന്നായെ ഇണക്കിയെടുക്കുന്നത്. ഭീതി ജനിപ്പിക്കുന്നതായിരുന്നു അത്. ജനങ്ങളുടെ ഇടയിൽ പ്രഭാഷണം നടത്തുന്നതിനായി അദ്ദേഹം സിറ്റിയിൽ താമസിക്കുകയായിരുന്നു. മൃഗങ്ങളെയും ആളുകളെയും കൊല്ലുന്ന ഒരു ചെന്നായി വനത്തിലുള്ള കാര്യം ഫ്രാൻസിസ് അറിഞ്ഞു. ചെന്നായെ പേടിച്ച് ജനങ്ങൾ നഗരവാതിൽ അടയ്ക്കുവാൻ തീരുമാനിച്ചു. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം കണ്ടു. അദ്ദേഹം ചെന്നായെ ഒന്ന് കാണുവാൻ തന്നെ തീരുമാനിച്ചു. ചെന്നായെ കാണുന്നതിനും സംസാരിക്കുന്നതിനും ഒരുപാട് സമയമെടുക്കുമെന്ന് തോന്നുന്നു. അങ്ങയുടെ ബുദ്ധിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഈ ചെന്നായ താങ്കളെ തീർച്ചയായും കൊല്ലും. ഭയപ്പെടേണ്ട, എനിക്കതിനോട് സംസാരിക്കാനും അതിന്റെ പ്രശ്നത്തിന് പരിഹാരം നൽകാനും സാധിക്കും. പക്ഷെ ഗുരു, പേടിക്കേണ്ട സഹോദര, ഞാൻ നാളെ തന്നെ വനത്തിലേക്ക് പോകും. എന്നെ നിങ്ങൾ തടയാൻ ശ്രമിക്കേണ്ട. അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ മാറി മാറി ഉപദേശിച്ചു. പക്ഷേ ഫ്രാൻസിസിന് ഒരു മാറ്റവും ഉണ്ടായില്ല. വനത്തിലേക്ക് തന്നെ പോവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത ദിവസം ഫ്രാൻസിസും അനുയായികളും വനത്തിന്റെ ഉള്ളിലേക്ക് നടക്കുവാൻ തുടങ്ങി. അവർ വനത്തിനുള്ളിലേക്ക് അടുക്കുംതോറും അനുയായികൾ ഓരോരുത്തരായി പിന്മാറുവാൻ തുടങ്ങി. അവർ വനത്തിനുള്ളിലേക്ക് എത്തിയപ്പോൾ ഫ്രാൻസിസിന്റെ കൂടെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗുരു, അവരെല്ലാവരും പോയി. ഇപ്പോൾ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഭയപ്പെടേണ്ട,
നമുക്കിടയിൽ ദൈവമുണ്ട്. പെട്ടെന്ന് വനത്തിൽ നിന്ന് ചെന്നായി ഫ്രാൻസിസിന്റെ അടുത്തേക്ക് ഓടിയെത്തി. ഓ, എന്നോട് ക്ഷമിക്കണേ ഗുരു. ഫ്രാൻസിസ് ഒറ്റയ്ക്കായി. ചെന്നായി ഫ്രാൻസിസിന് നേരെ ഭയങ്കരമായി ഊരിയിടുകയും മറ്റും ചെയ്തു. ഫ്രാൻസിസ് ചെന്നായിയുടെ നേരെ കുരിശടയാളം വരച്ചിട്ട് തന്റെ പോക്കറ്റിൽ നിന്നും ഒരു കുരിശെടുത്തു. അതൊരു മഹാത്ഭുതമായിരുന്നു. ചെന്നായി പെട്ടെന്ന് നിന്നു. വാസ്തവത്തിൽ ദൈവത്തിന്റെ ശക്തി കാരണമാണ് ചെന്നായി നിന്നത്. ആ സമയം ചെന്നായി ഭയപ്പെട്ടു. വാല് ചുരുട്ടിയിരുന്നു. എന്നിട്ട് ഫ്രാൻസിസിനെ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. സഹോദര ചെന്നായ്, ഞാൻ ഗുബിയയിൽ നിന്ന് വരികയാണ്. നീ കാരണം അവർക്കുണ്ടായ കഷ്ടാവസ്ഥ ഞാൻ കാണുകയുണ്ടായി. സഹോദര, എങ്ങനെ ഇത് സംഭവിച്ചു? എന്തിനാണ് നിന്റെ ആഹാരമായി മനുഷ്യരെ കൊല്ലുന്നത്? ചെന്നായി അവന്റെ കഥ ഫ്രാൻസിസിനോട് പറഞ്ഞു. എനിക്ക് അവരിൽ നിന്നും മുറിവേറ്റതുകൊണ്ട് കാരണമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതായി വന്നത്. അവൻ ഫ്രാൻസിസിനോട് പറഞ്ഞു, എനിക്ക് വിശന്നപ്പോൾ മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. മനുഷ്യരെ കൊന്നുകൊണ്ട് ഞാൻ സ്വന്തമായി ചെറുത്തു നിൽക്കുകയായിരുന്നു. ഫ്രാൻസിസിന് ചെന്നായിയുടെ ദുഃഖം മനസ്സിലായി. ഒരു ധാരണയിലെത്തിയിട്ട് കൈനീട്ടി. ചെന്നായി അവന്റെ കൈ ഫ്രാൻസിസിന്റെ കൈകളിലേക്ക് വെച്ചു. ആ വിശുദ്ധൻ ചെന്നായെ നഗരത്തിലെത്തിച്ചു. ചെന്നായ ഫ്രാൻസിസിന്റെ പിറകെ നടന്നു. അത് കണ്ടപ്പോൾ അവർക്ക് വിശ്വസിക്കുവാൻ സാധിച്ചില്ല. ചെന്നായെ അടുത്തു നിർത്തിക്കൊണ്ട് ഫ്രാൻസിസ് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ധർമ്മപ്രവചനം നടത്തി. അവരുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുവാനും പറഞ്ഞു. ചെന്നായെ അവിടെ തീറ്റിപ്പോറ്റാൻ ജനങ്ങൾ സമ്മതിച്ചു. അങ്ങനെ അവർ സമാധാനമായി ജീവിച്ചു. എന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെയും അനുഗ്രഹത്തിന്റെയും ജീവിക്കുന്ന പ്രതീകമാണ് ഈ സംഭവം. അങ്കിൾ, ഇത് വളരെ നല്ലൊരു കഥയായിരുന്നു. അങ്കിൾ ഫ്രാൻസിസ്, ഈശോയുടെ കയ്യിലും കാലിലും നെഞ്ചിലും ഉണ്ടായിരുന്ന മുറിവ് പോലെ സാൻ ഫ്രാൻസിസിന്റെ ശരീരത്തിലും ഞാൻ കണ്ടു. അതെന്താ സൂചിപ്പിക്കുന്നത്? അത് നല്ലൊരു ചോദ്യമാണ് ജോവാൻ. ആ ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. ഫ്രാൻസിസിന്റെ ശരീരത്തിലുള്ള മുറിവിനെ പറയുന്നതാണ് സ്റ്റിഗ്മാറ്റ. ഒരിക്കൽ മൗണ്ട് അൽവേർണയുടെ മുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് സംഭവിച്ചത്. 40 ദിവസത്തെ ഉപവാസം അനുഷ്ഠിച്ച് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു അദ്ദേഹം. പെട്ടെന്ന് പ്രകാശമുണ്ടാവുകയും മാലാഖ പ്രത്യക്ഷപ്പെടുന്നതായി അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തു. സ്വർഗത്തിൽ നിന്നൊരു മാലാഖ. അവർ ദൈവത്തിന്റെ സന്ദേശം നൽകാൻ വേണ്ടിയാണ് ഭൂമിയിൽ വന്നത്. അവർക്ക് 6 ചിറകുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഫ്രാൻസിസിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് കുരിശിൽ തറച്ച ഒരു രൂപമായിരുന്നു. ഫ്രാൻസിസ് ആ രൂപത്തിൽ 6 ചിറകുകൾ കണ്ടു. തീ പോലെ പ്രകാശിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ അടുക്കൽ എത്തിച്ചേരുന്നു. അത് അടുത്തേക്ക് വരും തോറും ആ രൂപം ക്രൂശിതമായതുപോലെ തോന്നുന്നു. ഫ്രാൻസിസിന് മനസ്സിലായി അത് സാധാരണ ഒരു മാലാഖയല്ലെന്ന്. പക്ഷേ അത് യേശുക്രിസ്തു തന്നെ. ആ കാഴ്ച വളരെ ആശ്ചര്യകരമായി അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിന്റെ ആത്മാവ് ഒരുപാട് സന്തോഷം കൊണ്ടു. ഭീകരമായ വേദനയുമായി അത് കലർന്നു. ആ രൂപം അദൃശ്യമായപ്പോൾ അത് ഫ്രാൻസിസിൽ ഒരു പ്രകാശം സൃഷ്ടിച്ചു. ഒപ്പം അദ്ദേഹത്തിന്റെ ആത്മാവ് വളരെ സന്തോഷിച്ചു. ഇതിലൂടെ യേശുവിന്റെ ശരീരത്തിലുള്ള പോലെ മുറിവുകൾ ഫ്രാൻസിസിനുണ്ടായി. അയാളുടെ കൈകാലുകളിൽ ആ മുറിവുണ്ടായിരുന്നു, ഒരു ആണി കൊണ്ട് തറയ്ക്കുന്നത് പോലെ.
പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഒരു പുതിയ മനുഷ്യനായി ഫ്രാൻസിസ് താഴെ വന്നു. അദ്ദേഹത്തിന് ലഭിച്ച മുറിവുകളുമായി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരുന്നത് ദൈവത്തോടുള്ള സ്നേഹമായിരുന്നു. മുറിവുകളും വേദനകളും കാരണം അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടു. തന്റെ ജീവിതത്തിന്റെ അവസാനം അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അവസാന നാളുകളിൽ പോർസിയൻ കോലക്കുടിലിൽ താമസിക്കുവാൻ തീരുമാനിച്ചു. അവിടെ യാത്ര ആരംഭിച്ചു. 1226 ഒക്ടോബർ 4-ന് 45-ാം വയസ്സിൽ അദ്ദേഹം മരണമടഞ്ഞു. മിസ്റ്റർ ഫ്രാൻസിസിന്റെ ഈ കഥ അവിശ്വസനീയമായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത് ഒക്ടോബർ 4-നാണോ അങ്കിൾ? അതെ ജിം, കുറെ ആളുകൾക്ക് മൃഗങ്ങളെ ലഭിക്കുവാൻ അനുഗ്രഹിക്കുന്നത് ആ ദിവസമാണ്. അങ്കിൾ ഫ്രാൻസിസ്, സെന്റ് ഫ്രാൻസിസ് അസിസിയുടെ ജീവിതവും കഷ്ടതകളും അറിയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുകയും ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും ആവശ്യങ്ങളുമെല്ലാം മനസ്സിലാക്കുകയും വേണം. ഇത്തരം പ്രവർത്തികൾ വിശുദ്ധരെ ഒരുപാട് സന്തോഷിപ്പിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത് മതി. ഗുഡ് ബൈ കുട്ടികളെ. ഗുഡ് ബൈ അങ്കിൾ ഫ്രാൻസിസ്.